ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ ബിരിയാണി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 1 കിലോ ചെമ്മീൻ ഞാനിവിടെ തൊണ്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ വേവിച്ച് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അതിനു വേണ്ടി ഇതുപോലെ ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്കിട്ട് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്ത് ഇളക്കി അതിൻ്റെ അടിവശം നല്ലതുപോലെ മുരിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇപ്പോൾ ഈ ചെമ്മീൻ മുഴുവൻ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് ഈ സവാള കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു 2.5 കിലോ സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത ഇതേ വെളിച്ചെണ്ണയിലേക്കിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീൻ വേവിക്കാൻ നേരത്തെ ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസിലേക്കും നമ്മൾ ഉപ്പ് ചേർക്കും. ഇനി ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇത് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് അല്പം തക്കാളിയും പച്ചമുളകുമെല്ലാം നന്നാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 4 തക്കാളിയും 10 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി നമുക്കിതിലേക്കിട്ട് ഒന്നുകൂടി ഇതൊന്ന് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നു കൂടി നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്നുകൂടെ ഇതിൻ്റെ കുത്തലും പച്ചമണവും എല്ലാം മാറുന്നത് വരെ ഒന്നുകൂടെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം, നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വഴറ്റിയെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി റൈസിനുള്ള പരിപാടി നോക്കാം. വേണ്ടി ഞാനിവിടെ 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്.
ഇതുപോലൊരു കപ്പിൽ 1 കപ്പ് അരിയാണ്, അതിനു വേണ്ടി 2 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അല്പം ഏലക്കയും കറുകപ്പട്ടയും കറിയാമ്പും ജീരകവും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതിനു വേണ്ടി 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ റൈസിന് ആവശ്യമായ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. ഒരു ചൂള പോകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു ചൂള പോയി ആവി മുഴുവൻ പോയതിനു ശേഷം നമുക്ക് ഈ കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ റൈസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഗ്രേവിയും മസാലയും എല്ലായിടവും എത്തുന്ന വിധത്തിൽ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് ഒന്ന് കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചോറ് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ അല്പം സവാളയും കശുവണ്ടിയും മുന്തിരിയും അല്പം ക്യാരറ്റ് കൂടെ ഇതുപോലെ അരിഞ്ഞ് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം കൂടി നമുക്ക് വിതറി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വിധമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.